റാണി. വെൽക്കം ടു മൈ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. നിങ്ങൾ ഓർക്കുന്ന തന്നെ ഞാൻ കുറേ പൂവൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നല്ലേ. അപ്പം ഇന്ന് ഞാൻ ഓർത്ത് ഈ മരത്തിനടിയിൽ നിന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ. പൂക്കളുമായിട്ട് മരത്തിനടിയിൽ നിന്നാണ് ഇന്നത്തെ ഷൂട്ടിങ്. നമുക്ക് ഇപ്പം കല്യാണങ്ങൾക്കെല്ലാം ബ്രൈഡ്സ് മെയ്ഡ്സ് ഉണ്ട്, അവർക്കും എല്ലാം ബൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാൻ ഓർത്തു ഒരു ചേഞ്ച് ആയിക്കോട്ടെ, നമുക്ക് തന്നെ നമ്മുടെ ഉടുപ്പിന് ചേരുന്ന കളറിൽ, നമുക്കിഷ്ടമുള്ള നിറത്തിൽ, നമുക്കിഷ്ടമുള്ള ഡിസൈനിൽ എങ്ങനെയാണ് ഒരു ബ്രൈഡ്സ് മെയ്ഡ് അല്ലെ ബ്രൈഡ്സ് ബൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാരണം ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്സസറീസ് ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിനായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉപയോഗിക്കാം. ഇത് ജസ്റ്റ് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് എങ്കിൽ ഇതിനെ കാണാൻ നല്ല രസമുള്ള പൂക്കളല്ല. നോക്കി, വെരി പ്രിട്ടി പിങ്ക് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഞാനോർത്ത് നമുക്ക് സാധാരണ ബ്രൈഡ്സ് മെയ്ഡ്സിനൊക്കെ പിങ്ക് കളർ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാനോർത്ത് ഇത് നല്ലതായിരിക്കുന്നത് കേട്ടോ. ഞാൻ വേണ്ട 2 ബഡ് എടുത്തേക്കുന്നത്, ചെറിയ 2 ബഡ്. ഇതിൻ്റെ നടുക്ക് ഞാനൊരു ക്രിസ്റ്റൽ ആഡ് ചെയ്യാൻ പോവാണ്. നോക്കിയേ, ഒരു ഡയമണ്ട് ക്രിസ്റ്റൽ കണ്ടോ. ജസ്റ്റ് ഒരു ലെവൽ നോക്കിയതേ, ഇതിനെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നു, കാണാമോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ചെറിയ ചെറിയ ബഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലത്തെ മൊട്ട് പോലെ ഒരു ആക്സസറി ചേർക്കാൻ പോകണം. മുത്ത്. ഈ മുത്ത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കമ്പിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അതിനെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഒരു ഫ്ലവറൂടെ നമ്മൾ വെച്ചു. നോക്കൂ, നമ്മൾ ഈ മൊട്ടുകളും പൂക്കളും ഈ ബഡ്സും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം വാങ്ങാൻ കിട്ടും, ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. എത്ര നല്ലൊരു കാര്യമാണെന്നറിയത്. ഇനി നമ്മൾ ചെയ്യാൻ പറ്റും, നമുക്കിതൊരു റിബൺ ചുറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പി വല്ലതും കയ്യിൽ കുത്തിയാലോ, പിന്നെ കാണാനൊരു സ്റ്റൈലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റിബൺ ചുറ്റാം. ഇതിലൊരു വൈറ്റോ അല്ലെ സിൽവറോ ആയിരിക്കും നല്ല ഭംഗി. ഇത് എക്സ്പെഷ്യലി ഇത് നല്ല പിങ്ക് കളർ പൂവല്ല. അപ്പോൾ ഇത് വൈറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉടുപ്പിൻ്റെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് വേണം ചുറ്റാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാനൊരു സിൽവർ ആയിട്ടുള്ള ഒരു റിബണാണിതിൽ ചുറ്റാൻ പോകുന്നത്. കണ്ടോ, ഞാൻ നല്ല ഫിറ്റ് ചെയ്ത് റിബൺ വെച്ച് ഇതിനെ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ സൂപ്പർ ഗ്ലൂ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് ഇതിനെ അനങ്ങാത്ത രീതിയിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ ഉണ്ട്. ആ ഗ്ലൂ ഗണ്ണ് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്ത് ഇതിനെ ഭംഗിയാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, ഇത് വരുമ്പോൾ ആ ലുക്കും എങ്കിൽ. അപ്പോൾ നമ്മുടെ ബൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് ബിസിനസ്സാക്കിയോ അല്ല നിങ്ങളുടെ ഫാമിലിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഫിനിഷിംഗ് ലുക്ക്. അപ്പോൾ ഞാൻ ബൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു, പക്ഷേ അതിന് മാച്ചിങ്ങായിട്ടുള്ള ഹെയർ ആക്സസറി ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്നു. ഇത് അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പം അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 നല്ല മാച്ചിങ് ആയിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റും. ഇത് സിമ്പിളായിട്ടൊരു ബൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കത്തെ ഇതുപോലെ ആ ഹോൾഡ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി തന്നെ വീണ്ടും ഡെക്കറേറ്റ് ചെയ്യാം, മുത്ത് പിടിപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഉടനെ തന്നെ കാണാം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട്. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ.